എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ല അല്ലേ? അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോള് കോളേജിൽ പോകാനായിട്ട് റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഞാനും അനുവും കൂടെയാണ് മോളെ ഒരുക്കിയൊക്കെ കൊടുത്തത്. ഇന്ന് ഹാഫ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ടാണ് രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് ഫെയർവെല്ലാണ്. എന്ന് വെച്ചെന്ന് അറിയാമല്ലോ, സീനിയേഴ്സും ജൂനിയേഴ്സും കൂടി ഇവർ സൂപ്പർ സീനിയേഴ്സാണ്. ഇവർ കോളേജിൽ നിന്ന് വിട പറയണം. അപ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു ട്രീറ്റ്, അതാണ് ഇന്ന് ഫെയർവെല്ല്. അപ്പോൾ മോള് കോളേജിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ വിശേഷം. ഉച്ചയ്ക്ക് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ചെമ്മീൻ കിട്ടിയപ്പം ചെമ്മിക്കറി ഉണ്ടാക്കണ്ട. എല്ലാ ദിവസവും നമ്മൾ തേങ്ങാരച്ച കറിയും വറുത്തരച്ച കറിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ ചോറുണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് തീരുമാനിച്ച്. അപ്പോൾ മക്കളുടെ ഇഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ച് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനേക്കാളും മക്കളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഞാൻ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തേത് ഫ്രൈ ചെയ്ത് വെച്ചത്. പിന്നെ ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കൂടി എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ഇതെല്ലാം വഴന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. മസാല പുരട്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടതാണ്. അപ്പോൾ ആ ചെമ്മീൻ നാളെ രാവിലെ റൈസ് ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകുമ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് ഉണ്ടാക്കി കൊടുത്തു വിടണം. അപ്പോൾ അതേ ഞാൻ ചൂടുവെള്ളമൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് പൊടികളെല്ലാം എൻ്റെ മസാലക്കൂട്ടും കുരുമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പം ഗരം മസാലയുടെ അല്പം കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണ്. ഞാൻ കടയിൽ നിന്നൊന്നും മസാലപ്പൊടി വാങ്ങാറില്ല. മസാലക്കൂട്ടുകളെല്ലാം വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കും. അതിനുശേഷം പൊടിച്ചെടുത്ത പൊടിയാണ്. കടയിലെ പൊടിയൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ഞാൻ പൊടികളൊന്നും അങ്ങനെ മസാലപ്പൊടികളൊന്നും വാങ്ങാറുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു മഴ കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇവിടെ മഴ പെയ്യുന്നില്ല, നല്ല ചൂടാണ്. ഓരോരുത്തരും വീഡിയോയിലൊക്കെ മഴ പെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഇവിടെ എന്താ മഴ പെയ്യാത്തത്, ഞങ്ങളുടെ ഈ ആലപ്പുഴയിൽ എന്താ മഴ പെയ്യാത്തത് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല തണുപ്പുമായി ആ സമയത്ത്. അപ്പോൾ നമ്മുടെ റൈസിനുള്ള ചെമ്മീനെല്ലാം ഇവിടെ ചെമ്മീൻ മസാല എല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറായിരിക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിൽ. മല്ലിയിലയാണ് ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. മഴ പെയ്തിട്ട് ഏകദേശം തോർന്ന് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുത്തതേ. അപ്പോൾ തറയിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിൽ ജോലി ആയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. പിന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്ന റൈസിലേക്ക് ചെമ്മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാനൊക്കെ പ്ലേറ്റിലേക്ക് എടുക്കാൻ. ചെമ്മീൻ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. റൈസ് വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നേ. ഇവിടെ ക്യാരറ്റ് ഇടുന്നത് മക്കൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് അതിലേക്ക് ചേർത്തത്. ചോറാണെങ്കിലും ആവശ്യത്തിന് വേവേ ആയിട്ടുള്ളൂ, ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. വല്ലപ്പോഴും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാനൊരു സന്തോഷം. എപ്പോഴും നമ്മൾ ചോറും കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കാനൊക്കെ മടിയായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്.
കുറച്ചുകൂടെ നല്ലത് ഇതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടിരിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേ ബാക്കി വന്ന കുറച്ച് ചെമ്മീൻ മസാല പുരട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് മീൻ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. വറ്റപ്പാരയായിരുന്നു കിട്ടിയത്. അപ്പോൾ അതൊന്ന് മുളക് കറി വെക്കണം. പിന്നെ ഇത് കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു. ചീരയും ചെറുപയറും കൂടെ തോരൻ വെച്ചതാണ്. അപ്പോൾ രാത്രിയിലത്തേക്ക് ചോറാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയുള്ള കറിയും കൂടെ നേരത്തെ ഉണ്ടാക്കി വെക്കണേ. വൈകുന്നേരം ചീര തോരനും ഈ മീൻ ഞാൻ ഇത് മുളകിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ചോറിൻ്റെ കറികൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതായത് നേരത്തെ തന്നെ മീൻ കിട്ടിയത് കൊണ്ട് അത് കറിയാക്കി മുളക് കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരയും ചെറുപയറും കൂടെ തോരൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാടമുട്ട ഇരിപ്പുണ്ടായിരുന്നേ. 2 പാക്കറ്റ് വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ്. പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ മോള് രാവിലെ പോയത് കോളേജിൽ ഓട്ടോയിലായിരുന്നു വിട്ടതേ. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ ഓട്ടോയിലായിരുന്നു വിട്ടത്. അപ്പോൾ തിരിച്ച് ആ വണ്ടി തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3:30 കഴിഞ്ഞ് 4 മണിയാകാനായപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ പോയിട്ട് മോളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ച് വരാനും ഒക്കെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ വന്നതേ. ഞങ്ങൾ മോളിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് മോൻ വരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ താഴെ പോയിട്ട് നമുക്ക് ഒരുപാട് കരികിലേക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അനുവും കൂടെ പിന്നെ താഴെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അനുവാണ് ഇവിടെ അടിച്ചു വാരാനായിട്ട് നിന്നത്. പിന്നെ ഇനി അധികം സമയമൊന്നുമില്ല. ഇപ്പം തന്നെ ഏകദേശം ഒരു 5:30 ആകാനായിട്ടുണ്ട്. ഇനി മേല് കഴുകണം, വിളക്ക് വയ്ക്കണം. അങ്ങനെ ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.